പിങ്കി, നമ്മൾ എവിടെയാ വന്നേ? വണ്ടല്ല. പുറത്തിറങ്ങിയ കരിഞ്ഞു പോകുന്ന അവസ്ഥയാണ്. എങ്കിലും ഈ വർഷത്തെ വെക്കേഷൻ കൊച്ചി വണ്ടർലയോടൊപ്പം തന്നെ ആഘോഷിക്കാമെന്ന് ഞങ്ങളും കരുതി. അങ്ങനെ വീട്ടിൽ നിന്ന് രാവിലെ 5 മണിയായപ്പോൾ ഇറങ്ങി 9 മണിയായപ്പോൾ കൊച്ചി വണ്ടർലയിലെത്തി. 9 മണിയായപ്പോൾ തന്നെ പാർക്കിംഗ് ഒക്കെ ഏകദേശം ഫുള്ളായി തുടങ്ങി. എൻട്രൻസിലെത്തിയപ്പോഴോ ഒരു ജാഥയ്ക്കുള്ള ആൾ അവിടെ ഉണ്ടായിരുന്നു. ഓപ്പണിംഗ് ടൈം 11 മണിയാണ്. ബസ്സിൻ്റെ ഒരു ഫ്രണ്ട് ഫാമിലി വരാനുണ്ടായിരുന്നു. അതുവരെ ഞങ്ങൾ അതിലേക്ക് നടക്കുകയും അവിടുത്തെ മരങ്ങളും പൂക്കളൊക്കെ വിരിഞ്ഞ് നല്ല രസമായിരുന്നു. അതൊക്കെ കാണുകയും അങ്ങനെ കുറച്ച് ടൈം നമുക്കവിടെ നടക്കാനുള്ള സമയമൊക്കെ കിട്ടി. അവരെത്തി കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് കയറിയത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫസ്റ്റ് റൈഡിൽ കയറാൻ എത്തിയപ്പോൾ ഒരു വലിയ ക്യൂവോ തിരക്കോ ഒന്നും അവിടെ കണ്ടില്ല. നമുക്ക് കയറാൻ പറ്റി. പക്ഷേ കുട്ടികൾക്ക് അതിൽ കയറാൻ പറ്റിയില്ല. അവർ ഹൈറ്റ് ചെക്ക് ചെയ്തിട്ടാണ് ഓരോ റൈഡിലും അവരെ കയറ്റുന്നത്. ഇപ്പോൾ ഹൈറ്റ് മാത്രമല്ല വെയിറ്റും ചെക്ക് ചെയ്യുന്നുണ്ട്. അതുള്ളവരെ മാത്രമേ അകത്തേക്ക് അവർ കയറ്റത്തുള്ളൂ. അങ്ങനെ ഫസ്റ്റ് റൈഡ് വലിയ തിരക്കില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ കയറാൻ പറ്റി. ഒരു ചെറിയ ക്യൂ ഉള്ളായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ റൈഡിൽ കയറി. പക്ഷെ നമ്മൾ പുറത്ത് ഒരു ജാഥയ്ക്കുള്ള ആൾക്കാരെ കണ്ടിരുന്നു. അവരൊക്കെ എവിടെ പോയെന്ന് ഒരു പിടുത്തവും ഇല്ല. അകത്ത് കയറിയപ്പം ആരെയും കാണാനില്ല. പിന്നെ കുട്ടികൾക്ക് കയറാൻ പറ്റുന്ന റൈഡ്സിലൊക്കെ അവർ ഓടി നടന്ന് കയറാൻ തുടങ്ങി. അവർക്ക് ചൂടൊന്നും ഒരു പ്രശ്നമേ അല്ലായിരുന്നു. അവർ റൈഡ്സിലൊക്കെ ഓടി ഓടി നടന്ന് കയറുമായിരുന്നു. ചില റൈഡ്സിലൊക്കെ കയറാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഹൈറ്റൊക്കെ കറക്റ്റായി ചില റൈഡ്സിലൊക്കെ കയറാൻ പറ്റി. അപ്പോൾ അവർക്ക് ഒരു സന്തോഷമായിരുന്നു. ഒരുപാട് എൻജോയ് ചെയ്തു അവർ. അങ്ങനെ ഓടി നടന്ന് ഓരോ റൈഡ്സിലും കയറി അവസാനം ക്ഷീണിച്ച് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോയി. അവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റായിരുന്നു. നല്ല ഫുഡും ആയിരുന്നു. പക്ഷേ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നില്ല. വണ്ടർലയിൽ പോയുള്ളവർക്ക് അറിയാം, ഫുഡൊന്നും മോശമൊന്നും അല്ലായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വാട്ടർ പൂളിലും വാട്ടർ റൈഡിലും ഒക്കെ കയറാൻ ചെന്നത്. ആ സമയത്താണ് നമുക്കൊരു കാര്യം മനസ്സിലായത്. പുറത്ത് കണ്ട ജാഥയ്ക്കുള്ള ആൾക്കാർ എവിടെ പോയെന്നുള്ളത് അവിടെ ചെന്നപ്പോഴാണ് നമുക്ക് കാര്യം പിടികിട്ടിയത്. ആ ചൂട് കാരണമാണെന്ന് തോന്നുന്നു അവരെല്ലാവരും വാട്ടർ റൈഡിലും വാട്ടർ പൂളിലും ഉണ്ടായിരുന്നു. അവിടെ നല്ല തിരക്കായിരുന്നു. വാട്ടർ റൈഡിൽ കയറാനൊക്കെ കുറച്ച് സമയം ക്യൂ നിൽക്കേണ്ടതായിട്ടൊക്കെ വന്നു. എന്നാലും വലിയ കുഴപ്പമില്ലായിരുന്നു. ഒരുപാട് എൻജോയ് ചെയ്തു. ഇപ്പോൾ സ്വിമ്മിങ് ഒക്കെ പഠിക്കാൻ പോകുന്നതുകൊണ്ട് കുറച്ചൊക്കെ സ്വിം ചെയ്യാനൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. വെള്ളത്തിലൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവരൊക്കെ ഒരുപാട് എൻജോയ് ചെയ്തു. കുട്ടികൾ ഒരുപാട് എൻജോയ് ചെയ്തു. അങ്ങനെ ഇതെല്ലാം റൈഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. പുറത്ത് വന്നപ്പോഴാണ് ഒരു മ്യൂസിക് ഷോയൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ കുറച്ച് നേരം നിന്ന് പാട്ടും ഡാൻസും ഒക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോയത്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വിശേഷം. അപ്പം ടാറ്റ, ബൈ ബൈ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.